രൗദ്രതാണ്ഡവം. രചനാവതരണം നന്ദു കൃഷ്ണ. അവൻ കാറിൽ കയറിയിരിക്കുന്ന കണ്ടതും അവളും മെല്ലെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. കഴുത്തിൽ കിടക്കുന്ന മാലയൂരി മുന്നിലേക്ക് വെക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരുവന്റെ കയ്യിൽ ഇപ്പോഴും ആ മാല കിടക്കുന്ന കണ്ടത്. തന്റെ മാല മുന്നിലേക്ക് വെച്ചവൾ അവന്റെ കയ്യിലേക്ക് തൊടാൻ പോയതും ചെക്കൻ ദേഷ്യത്തിൽ ആ കൈ തട്ടിമാറ്റി. പിണങ്ങിയിരിക്കുന്നവന്റെ പിണക്കം അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ ആ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് അവന്റെ കയ്യിൽ നിന്നും മാല എടുത്തു മാറ്റി. അപ്പോഴും ദേഷ്യത്തിലിരുന്നവൻ ഒരു നോട്ടം കൊണ്ടുപോലും അവളെ ശ്രദ്ധിച്ചില്ല. അല്പനേരം അവനെ തന്നെ നോക്കിയിരുന്നു അവൾ. പിന്നെ മെല്ലെ ആ തോളിലേക്ക് ചാഞ്ഞതും അവനൊന്ന് ഇടതുവശത്തേക്ക് നോക്കി കൈ പിൻവലിക്കാൻ ശ്രമിച്ചെങ്കിലും പെണ്ണ് പിടിവിട്ടില്ല. പിണങ്ങല്ലേ വിച്ചേട്ടാ. ആ കൈത്തുടയിൽ മെല്ലെ ചുംബിച്ച് താടി അതിൽ കുത്തി കണ്ണുകൾ മാത്രം മുകളിലേക്കാക്കി പെണ്ണ് കൊഞ്ചിയപ്പോൾ അതുവരെ ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകിയിരുന്നവന്റെ മുഖം നിമിഷം കൊണ്ടാണ് പ്രകാശിച്ചത്. എന്നാലും സ്വതസിദ്ധമായ ഈഗോ വിട്ടുവരാൻ ആശാന് താല്പര്യമില്ലാത്ത പോലെ അവൻ അവളിൽ നിന്നും മുഖം തിരിക്കാൻ നോക്കി. വലത് കൈ അവന്റെ കയ്യിൽ ചുറ്റി ഇടത് കൈ കൊണ്ട് അവൻ തിരിക്കാൻ പോയ മുഖത്തെ അവൾ തന്റെ നേരെ അല്പം ബലം കൊടുത്തു തന്നെ തിരിപ്പിച്ചു. ഇപ്പൊ എന്തിനാ ദേഷ്യം വന്നേ? അന്ന് ആദ്യമായി അവന്റെ ദേഷ്യം കണ്ടിട്ടും അവൾക്ക് പുഞ്ചിരിയാണ് വന്നത്. അറിയില്ലേ നിനക്ക്? ഇത്തിരി കലിപ്പോടെയാണ് ചോദ്യം. ഇരു തോളുകളും പൊക്കി പെണ്ണ് കണ്ണ് ചിമ്മിയതും അവൻ ആ പെണ്ണിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി നിന്നു. എന്ത് ക്യൂട്ടാണെന്നറിയാവോ അവളുടെ ഈ ഭാവങ്ങളെല്ലാം. കെട്ടിപ്പിടിച്ച് അമർത്തി ഉമ്മ കൊടുക്കാൻ തോന്നും. പിന്നെ വേറെ പലതും തോന്നും. അവൻ തല ഒന്ന് വെട്ടിച്ചുകൊണ്ട് ചിരിച്ചു. വിച്ചേട്ടൻ ചിരിക്കുന്ന കാണാൻ എന്തു ഭംഗിയാണെന്നോ. അവന്റെ ആ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കിയത് പറയുമ്പോൾ അവളിലാകെ പ്രണയമായിരുന്നു. എപ്പോഴും ഇങ്ങനെ ചിരിച്ചൂടെ? അവന്റെ മുഖം കൈകളിലേക്ക് എടുത്തുകൊണ്ടവൾ അല്പം ഉയർന്ന് ആ കവിളിൽ അമർത്തി ചുംബിച്ചു. അതോടെയായതും പിണങ്ങിയിരുന്നവൻ കൈയൊന്നുയർത്തി അവളെ നെഞ്ചിലേക്ക് അങ്ങ് ഒതുക്കി പിടിച്ചു. ഇത്രയും നേരം നീ എന്താ എന്നെ നോക്കാഞ്ഞേ? അവന്റെ ആ പരിഭവം നിറഞ്ഞ ചോദ്യം കേട്ടതും നെഞ്ചിൽ താടി കുത്തിയവൾ കണ്ണുകൾ മാത്രം ഉയർത്തി അവനെ സംശയത്തോടെ നോക്കി. ഇങ്ങനെ നോക്കണ്ട. ആ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നീ എന്നെയൊന്നും നോക്കിയിട്ട് പോലുമില്ല. നിന്റെ ശ്രദ്ധ മുഴുവനും ആ കഴുത്തി കിടക്കുന്ന സാധനത്തിലായിരുന്നു. നേര് പറയാലോ, അതങ്ങ് വലിച്ചു പൊട്ടിച്ചാലോന്ന് പോലും ഞാൻ ഓർത്തത് ആ നേരം. പറഞ്ഞു തീർന്നതുമല്ല, നെഞ്ചിലറിഞ്ഞ വേദനയിൽ അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഒപ്പം അവളിൽ അവന്റെ കൈകൾ മുറുകുകയും ചെയ്തു. ഇത്തിരി കഴിഞ്ഞതും അവിടെ തണുപ്പറിഞ്ഞവൻ നോക്കുമ്പോൾ കാണുന്നത് കണ്ണുനീരോടെ മുഖം അമർത്തി അവിടെ ചുണ്ടുകൾ ചേർത്ത് ഏങ്ങുന്നവളെയാണ്. ധാത്രി. അവൻ ആ മുഖം പിടിച്ചുയർത്തി അവളെ കാണാൻ നോക്കിയെങ്കിലും പെണ്ണ് വാശിയിൽ മുഖം വെട്ടിച്ച് ആ നെഞ്ചിൽ തന്നെ തന്റെ മുഖം ഒളിപ്പിച്ചു. ധാത്രി ഡി. അവൻ ബലത്തിൽ അവളുടെ മുഖമുയർത്താൻ നോക്കിയെങ്കിലും പെണ്ണ് ആകെ പിണങ്ങിയ പോലെ അവനെ അള്ളിപ്പിടിച്ചിരുന്നതല്ലാതെ അല്പം പോലും അനങ്ങിയില്ല. പെട്ടെന്ന് ഇവൾക്ക് എന്തു പറ്റിയെന്നുള്ള ചിന്തയിൽ കുറച്ചു മുന്നേ പറഞ്ഞതവന്റെ ഓർമ്മയിലേക്ക് എത്തി. ഓ, താലി. അത് പൊട്ടിക്കുമെന്ന് പറഞ്ഞതിന് പിണങ്ങിയതാണെന്ന് തോന്നുന്നു. കാര്യം മനസ്സിലായ പോലെ തലയൊന്നാട്ടി പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ നെറുകയിൽ ചുംബിച്ചവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 2 മണിക്കൂറോളം യാത്രയുണ്ട് തിരിച്ച്. അവളെ തന്നിൽ നിന്ന് അകറ്റാതെ തന്നെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് വലത് കൈ കൊണ്ടാണ് വംശി കൂടുതലും യാത്ര ചെയ്തത്. ഒരിത്തിരി ട്രാവൽ ചെയ്തപ്പോൾ തന്നെ അവന്റെ ഇടത് കൈയിലെ ഭാരം അറിഞ്ഞവൻ വണ്ടി സൈഡിലേക്ക് ഒതുക്കി. തന്റെ കയ്യിലേക്ക് മയങ്ങി വീഴാൻ തുടങ്ങുന്നവളെ അതുപോലെ ചേർത്ത് പിടിച്ച് കുറച്ചു നേരം അവൻ അങ്ങനെയേ ഇരുന്നു. ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഒപ്പം സാരി ഉടുപ്പും ഒരുക്കവും ഒക്കെയായി രാത്രി മുഴുവനും രണ്ടുപേരും എഴുന്നേറ്റിരുന്നു എന്ന് പറയുന്നതാകും കൂടുതൽ സത്യം. ഒപ്പം ഒരുവളുടെ പേടിയും ഭയവും. പിന്നെ പറയണോ, രാവിലെ 6:15 മുഹൂർത്തമായതുകൊണ്ട് തന്നെ 4 മണിക്ക് മുന്നേ വീട്ടിൽ നിന്നിറങ്ങി അവർ. 2 മണിക്കൂറിൽ കൂടുതൽ യാത്രയുള്ള ഈ ക്ഷേത്രം തന്നെ തിരഞ്ഞെടുത്തത് തൽക്കാലം മറ്റാരും ഈ കല്യാണത്തെ പറ്റി അറിയാതിരിക്കാനാണ്. അറിഞ്ഞാൽ മുടക്കാനുള്ള ആളുകൾ തനിക്ക് മുന്നേ ഇവിടെ എത്തുമെന്ന് അവന് തന്നെ അറിയാം.
എന്തായാലും ഒരു കാരണവും കൊണ്ട് ഈ പെണ്ണ് തന്റെ കയ്യിൽ നിന്ന് അകന്നു പോകുന്നത് എന്ന് അവൻ അത്രയും നിർബന്ധമായിരുന്നു. എന്തെന്നാൽ വംശി ജീവിതത്തിൽ ആദ്യമായി സ്നേഹിച്ചതും അത്രമേൽ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചതും ഇവളെ മാത്രമാണ്. അവളുടെ നെറുകയിൽ പിന്നെയും അവന്റെ ചുണ്ടുകൾ പലവട്ടം പതിഞ്ഞു. അതൊന്നും അറിയാതെ ഒരുവൾ അപ്പോഴേക്കും സുഖനിദ്രയിലേക്ക് പോയി. ഇന്നലെ ഉറങ്ങാത്തതിന്റെയും ഇന്ന് ഈ പരിപാടികളും ഒക്കെ ആയപ്പോൾ അവൾ വല്ലാതെ ക്ഷീണിച്ചുവെന്ന് തോന്നുന്നു. അതാകും പെണ്ണ് തളർന്ന് ഉറങ്ങിപ്പോയത്. അവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ വരെ യാത്ര ചെയ്യുന്നത് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. പക്ഷെ അവൾ സ്വസ്ഥമായി ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി അവൻ അവളെ കോ ഡ്രൈവർ സീറ്റിലേക്ക് വൃത്തിയായി കിടത്തി പിന്നിലേക്ക് സീറ്റ് നീക്കി അവളുടെ ഉറക്കം കുറച്ചും കൂടി സുഗമമാക്കി കൊടുത്തു. എന്റെ കൊച്ചിന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് വേണോട്ടോ നമുക്ക് ഒരുമിച്ചൊന്ന് ക്ഷീണിക്കാൻ. എന്നെ നീ താങ്ങൂടി പെണ്ണെ, അതോ പേടിച്ച് വിളിച്ചുകൂവി എന്റെ ഫസ്റ്റ് നൈറ്റ് കുളമാക്കുവോ? അവളുടെ ചുണ്ടിൽ ഒന്ന് തടവി മെല്ലെ ചുംബിച്ചവൻ ചോദിച്ചതും അത്രയും മനോഹരമായി അവളിൽ നിന്നും ഒരു പുഞ്ചിരി തിരിച്ചു കിട്ടി. അവനും മനോഹരമായി ഒന്ന് ചിരിച്ചു. അങ്ങനെ അവളുടെ ഉറക്കത്തിന് ഒരല്പം പോലും ബുദ്ധിമുട്ടുണ്ടാവാതെ, എങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് വംശി ഡ്രൈവ് ചെയ്തത്. അങ്ങോട്ട് 2 മണിക്കൂർ എടുത്ത ദൂരം അവൾ ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ട് മാത്രം 1.5 മണിക്കൂറിൽ വംശി ചുരുക്കി. അങ്ങോട്ടും വെളുപ്പിനെ ആയതുകൊണ്ട് ഇതിലും നേരത്തെ എത്തായിരുന്നു. പക്ഷേ വണ്ടിയുടെ സ്പീഡ് ഒരല്പം കൂടുമ്പോഴേ പെണ്ണിന്റെ പിടുത്തം കയ്യിൽ മുറുകും. സത്യം പറഞ്ഞാൽ തനിക്ക് വേഗത്തിൽ വണ്ടി ഓടിച്ചാണ് ശീലം. പക്ഷെ ഇവിടെ ഒരുത്തി കണ്ണും നിറച്ച് ചുണ്ടും പിളർത്തി നോക്കിയാൽ എന്തൊക്കെ ചെയ്താലും പിന്നെ തന്റെ സ്പീഡ് കൂടില്ല. അവൾക്കും അറിയാം തന്റെ ഇഷ്ടങ്ങൾ. പക്ഷെ അതൊക്കെ മാറ്റിവെച്ച് അവളുടെ ഇഷ്ടങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന്റെ സ്നേഹം അപ്പൊ തന്നെ അറിയാൻ പറ്റും. മെല്ലെ പോകുമ്പോൾ തന്റെ ഇടം കൈയിൽ മുഖം പിടിച്ച് കയ്യിൽ വട്ടം ചുറ്റി പിടിച്ച് ആ അമ്പിളി പോലെയുള്ള മുഖം അവൾ അമർത്തി വെക്കും. അങ്ങനെ അമർത്തി വെച്ച് പോകാൻ വേണ്ടി അവൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് സത്യവുമാണ്. പക്ഷെ അപ്പോഴൊക്കെ നോട്ടം തന്നിൽ മാത്രമായിരിക്കും. അതല്ലെങ്കിൽ വിരൽത്തുമ്പാലെ ബട്ടൺസ് 2 അഴിച്ചിട്ട് തന്നെ നെഞ്ചിലെ രോമങ്ങളിൽ വെറുതെ വിരൽത്തുമ്പ് കൊണ്ട് വട്ടം ചുറ്റി കളിക്കും പെണ്ണ്. ലണ്ടനിലായിരുന്നപ്പോൾ വാക്സ് ചെയ്ത് കണ്ണാടി പോലെ താൻ നോക്കിയിരുന്ന ശരീരത്താണ് ഇന്ന് ഇത്രയും രോമങ്ങൾ പടർന്നു കിടക്കുന്നത്. ആദ്യമൊക്കെ വല്ലാതെ ഇറിറ്റേഷൻ തന്നെയായിരുന്നു. പക്ഷെ നാട്ടിലെ ആൺകുട്ടികളെ പോലെ നെഞ്ചു നിറയെ രോമവും കഴുത്തിലൊരു രുദ്രാക്ഷം കിട്ടിയ മാലയും ഒക്കെ ഇട്ട് വിച്ചേട്ടനെ കാണാനാ എനിക്കിഷ്ടം എന്ന് പറഞ്ഞ അവളുടെ ആ ഒരു വാക്കിൽ നിന്നാണ് ഇന്ന് ഇങ്ങനെയൊക്കെ. ശരിക്കും പറഞ്ഞാൽ അത്രയും ആഗ്രഹത്തോടെ തന്നെ അറിയിച്ചൊരിഷ്ടമായിരുന്നു അത്. പിന്നെങ്ങനെയാ സാധിച്ചു കൊടുക്കാതിരിക്കുക? അവന്റെ കണ്ണിൽ അവളോടുള്ള പ്രണയം നിറഞ്ഞു. ഇന്ന് രാവിലെയും അങ്ങനെ പോകുമ്പോൾ തന്നിൽ നിന്ന് ഒരു നിമിഷം പോലെ കണ്ണും മാറ്റാതെ നോക്കുന്നവളെ കണ്ടപ്പോഴാണ് ചോദിച്ചത്, നിനക്ക് പുറത്തെ കാഴ്ചയൊന്നും കാണണ്ടേ മോളേന്ന്. അതിനവൾ നൽകിയ ഉത്തരം ഹൃദയത്തെ ഒരു നിമിഷം അവളിൽ കുരുക്കിയിടാൻ പാകത്തിലോളം വലുതായിരുന്നു. സ്വയം മറന്നു. വിച്ചേട്ടനാണ് എന്റെ ലോകം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ട ഈ ആളെ. കൽക്കണ്ടത്തുണ്ടുപോലെ അവളിൽ നിന്ന് ഉതിർന്നു വീണ വാക്കുകൾ, തന്റെ നെഞ്ചിൽ ചുംബിച്ച ചുണ്ടുകൾ, ഈ ലോകത്തിൽ നിന്നൊക്കെ അവളെ പൊതിഞ്ഞു പിടിച്ച് മറ്റാരെയും കാട്ടാതെ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കാൻ അവന് തോന്നിയ നിമിഷം. ആ ഓർമ്മകളിൽ പുഞ്ചിരിച്ചുകൊണ്ടാണ് വംശി അവളുമായി ഫ്ളാറ്റിലേക്ക് ഓടിച്ചു കയറിയത്. വണ്ടി നിർത്തി അവളെ ഒന്ന് ഉണർത്താൻ നോക്കിയെങ്കിലും പെണ്ണ് നല്ല ഉറക്കമായിരുന്നു. ഈ ഉറക്കം കാരണമാണ് വരുന്ന വഴിയിലൊന്നും കഴിക്കാൻ പോലും പറ്റാതിരുന്നത്. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാമെന്നാണ് ആദ്യം കരുതിയിരുന്നത്. ഇനിയിപ്പോൾ പെണ്ണിനെയും എടുത്തുകൊണ്ട് ബേസ്മെന്റ് ലിഫ്റ്റ് വഴി കയറി പോവുകയേ നിവർത്തിയുള്ളൂ. വണ്ടിയിൽ നിന്നിറങ്ങി ഇപ്പുറത്തെ വശത്തൂടെ വന്നവളെ കൈകളിൽ എടുത്തവൻ ഡോർ അടച്ച് ലിഫ്റ്റിലേക്ക് നടന്നു. ആദ്യത്തെ 2 ഫ്ലോറിൽ ആരുമില്ലായിരുന്നെങ്കിലും 3-ാമത്തെ ഫ്ലോറിൽ നിന്ന് 7-ലും 8-ലും ഒക്കെ ഇറങ്ങാൻ വേണ്ടി 3-4 പേര് കയറി. അകത്തേക്ക് കയറുന്ന എല്ലാവരുടെയും നോട്ടം അവർ 2 പേരിലുമാണെന്ന് കണ്ട് ഞെട്ടി നോക്കി. പിന്നെ കണ്ട് നേരെ നിന്നു. പക്ഷെ അപ്പോഴും കണ്ണുകൊണ്ട് അവരുടെ നോട്ടം അത്രയും ഈ 2 പേരിലുമായിരുന്നു. അവസാനം എങ്ങനെയൊക്കെയോ ഫ്ലാറ്റിലെത്തി
ഫിംഗർ ലോക്കിൽ തുറന്നുകൊണ്ട് അവൻ അവളെ നേരെ കൊണ്ടുവന്ന് കട്ടിലിൽ കിടത്തി. വല്ല കള്ളന്മാരെടുത്തുകൊണ്ട് ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിൽ കൊണ്ടുപോയാൽ പോലും ഈ പെണ്ണ് അറിയില്ലല്ലോ ദൈവമേ, ഇങ്ങനെ ഒരു ഉറക്കഭ്രാന്തി. നടു ഒന്ന് പിന്നിലേക്ക് വളച്ച് സ്ട്രെച്ച് ചെയ്തുകൊണ്ടവൻ മേൽമുണ്ട് വലിച്ച് സൈഡിലെ സോഫയിലേക്ക് ഇട്ടു. ഒപ്പം കയ്യിൽ ചുറ്റിയിരുന്ന മുണ്ടും. ബാത്റൂമിൽ കയറി ഒന്ന് ഫ്രഷായി മുടിയും മെസ്സി ബണ്ണ് ചെയ്ത് ഒരു ഷോർട്സ് മാത്രം ഇട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ട കാഴ്ചയിൽ അവന്റെ കണ്ണുകൾ അങ്ങ് വിടർന്നു. വാവ്! ഈ സൈഡിൽ കിടത്തിയവൾ ഉരുണ്ടു പിടിച്ച് മറ്റേ സൈഡിലേക്ക് പോയിട്ടുണ്ട്. ഒപ്പം ആകെ വശക്കേടായി സ്ഥാനം മാറിയ സാരി. സൈഡിലിരുന്ന ഫോൺ സൈലന്റിലാക്കി അവൻ അവൾക്കരികിലേക്ക് വംശി കയറി കിടന്നു. ഒപ്പം ഒരു കയ്യാലെ വലിച്ചവളെ തന്റെ കൈകൾക്കുള്ളിലേക്കാക്കുകയും ചെയ്തു. പക്ഷെ ആ പിടുത്തത്തിൽ അവളുടെ തോളിൽ നിന്നും സാരിത്തുമ്പ് പൊട്ടിമാറി. ഒപ്പം പിന്നെ ശരീരത്തിൽ പോറി വേദന കൊണ്ടവൾ ഉണരുകയും ചെയ്തു. വേദനയിൽ ആ കണ്ണുകൾ ചുരുങ്ങി. എന്താടാ? ആ മിനുസമുള്ള കവളുകളിൽ വിരൽത്തുമ്പ് കൊണ്ട് തടവി അവൻ മെല്ലെ ചോദിച്ചു. നോവുന്നു. കഴുത്തിൽ കൈതൊട്ടു പെണ്ണ്. ഇവിടെയാണോ? അവൾ തൊട്ടിടത്തേക്ക് അവന്റെ വിരൽത്തുമ്പും എത്തി. മയക്കത്തിലെന്ന പോലെ അവൾ ഒന്ന് മൂളി. നല്ലോണം നൊന്തോടാ? മരുന്ന് വെക്കട്ടെ? മയക്കത്തിലേക്ക് എന്ന പോലെ പിന്നെയും കൂമ്പി അടയാൻ പോകുന്ന അവളുടെ കണ്ണുകൾ. വംശിയുടെ കണ്ണുകൾ അല്പം പോലും അവളിൽ നിന്ന് മാറിയില്ല. നെറുകയിലൂടെ ഒഴുകി മൂക്കിൻ തുമ്പിൽ ചലിപ്പിച്ച് ചുണ്ടുകളിൽ മെല്ലെയൊന്ന് തടവി തൊണ്ടക്കുഴിയിൽ വിരൽ കുത്തിയവൻ ചോദിച്ചു. മുഖമൊന്ന് വെട്ടിച്ച് അവള് പിന്നെയും മൂളി. അത് മതിയായിരുന്നു വംശിക്കും ആ നേരം. അവൻ അവളെ ഒന്ന് നോക്കി. മാറിൽ നിന്ന് അടർന്നു മാറിയ സാരിത്തുമ്പിനെ പൂർണ്ണമായി അവൻ അകത്തി മാറ്റി. കാഴ്ചകൾ അതിമനോഹരം തന്നെയായിരുന്നു. അവന്റെ കണ്ണുകളിൽ നക്ഷത്രങ്ങൾ തിളങ്ങി. ബോട്ട് നെക്കിൽ താഴ്ത്തിക്കെട്ടിയ ബ്ലൗസ്, അതിലേക്ക് ഭംഗി കൂട്ടും പോലെ അവളുടെ പാതി വെളിവായ സൗന്ദര്യം. വംശിയെ പൂർണ്ണമായും കുടുക്കിയിട്ട കാഴ്ചയിൽ ശ്വാസം പോലും എടുക്കാൻ മറന്നുപോയവൻ. ഇന്നുവരെ അവൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന നിധി തന്റെ നിശ്വാസം തട്ടും പോലെ അത്രയും അടുത്ത്. അവിടേക്കൊരു യാത്ര. ആദ്യമായി വംശിയിൽ ഒരു പെണ്ണുടലിന്റെ സൗന്ദര്യം അവനെ അടിമുടി വിറകൊള്ളിച്ചു. ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് തോന്നിയ നിമിഷങ്ങൾ. അതിലേതോ ഒരു നിമിഷം അവളുടെ തോളിലേക്ക് അവൻ മുഖം അമർത്തി. ഒപ്പം നാവിൻ തുമ്പാലെ ആ മുറിവിലും അവനൊന്ന് തൊട്ടുമാറി. അപ്പോ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.